നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റിലേക്ക് പോവുകയാണ്. ഇന്നലെ പ്രഭാതത്തിൽ ആദിൽ പാലോട് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുവനന്തപുരത്തുകാർക്ക് ഇപ്പോൾ അവർ മരിച്ചു കഴിഞ്ഞാലും അവരുടെ മൃതശരീരങ്ങൾ സൂക്ഷിക്കാൻ ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൗകര്യമില്ലാതായിട്ട് 2 മാസമായിരുന്നു. ആ വാർത്ത ഇന്നലെ റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് ശേഷം ആരോഗ്യവകുപ്പ് ഉണർന്നു. വളരെ പെട്ടെന്ന് പരിഹാരമായിരിക്കുന്നു. റിപ്പോർട്ടർ ബിഗ് ഇമ്പാക്ട്. തിരുവനന്തപുരത്തുകാർക്ക് മൃതദേഹങ്ങളുമായി ഇനി നെട്ടോട്ടമോടേണ്ട. റിപ്പോർട്ടർ വാർത്ത പുറത്തുവന്ന മണിക്കൂറുകൾക്കകം മുഴുവൻ ഫ്രീസറുകളും നന്നാക്കി തിരുവനന്തപുരം ജനറൽ ആശുപത്രി അധികൃതർ. ജനറൽ ആശുപത്രിയിലെ മോർച്ചറി പ്രവർത്തനം നിലച്ച വാർത്ത ഇന്നലെയാണ് ആദിൽ പാലോട് റിപ്പോർട്ടർ ടിവിയിലൂടെ പുറത്തുവിട്ടത്. 2 മാസം മുമ്പ് കേടുവന്ന ഫ്രീസർ പോലും പ്രവർത്തനക്ഷമമാക്കാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. എന്താ അല്ലേ? റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേഷൻ. ഇന്നലെ രാവിലെ 9 മണിക്ക് കോഫി വിത്ത് തരുൺ പരിപാടിയിലാണ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറി പ്രവർത്തനം നിലച്ചെന്ന വാർത്ത റിപ്പോർട്ടർ ടിവി പുറത്തുവിട്ടത്. മണിക്കൂറുകൾക്കകം തകരാർ പരിഹരിക്കാൻ ശ്രമം തുടങ്ങി. ഉച്ച കഴിഞ്ഞതോടെ തകരാർ പൂർണ്ണമായി പരിഹരിച്ചെന്ന് ജനറൽ ആശുപത്രി അധികൃതർ വിളിച്ചറിയിച്ചു. 2 മാസമായി കേടായി കിടന്നതടക്കം 2 ഫ്രീസറുകളും ശരിയാക്കിയതോടെ മൃതദേഹങ്ങളുമായി പോലീസിനും മരിച്ചവരുടെ ബന്ധുക്കൾക്കും ഇനി അലയേണ്ടി വരില്ല. ഒരേ സമയം 8 മൃതദേഹങ്ങൾ സൂക്ഷിക്കാനാവുന്ന സൗകര്യമാണ് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ജനറൽ ആശുപത്രിയിൽ പുനഃസ്ഥാപിച്ചത്. ഇന്നലെ വരെ ഫ്രീസറിലെ തകരാർ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു ആശുപത്രി സൂപ്രണ്ടിന്റെ വാദം. മണിക്കൂറുകൾക്കുള്ളിൽ പ്രശ്നം പരിഹരിച്ചതോടെ സൂപ്രണ്ടിന്റെ ഈ വാദം പൊളിഞ്ഞു. അജ്ഞാത മൃതദേഹം 5 മണിക്കൂർ നേരം അത്യാഹിത വിഭാഗത്തിൽ സൂക്ഷിച്ച ദൃശ്യങ്ങളടക്കമാണ് ഇന്നലെ റിപ്പോർട്ടർ ടിവി വാർത്ത നൽകിയത്. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ആദിൽ പാലോട്, ആ വാർത്ത ഫലം കണ്ടു. അതിൽ എന്തായാലും അധികൃതർ ഇടപെട്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ 2 മാസമായി നന്നാക്കാതെ കിടന്ന ഫ്രീസറുകളെല്ലാം വളരെ പെട്ടെന്ന് നന്നാവുന്നു. അപ്പോൾ വേണ്ടി വന്നാൽ ഇതൊക്കെ നന്നാക്കാൻ പറ്റും അല്ലേ? വേണ്ടി വന്നാൽ നന്നാക്കാം. ഇത് ഒഴിവ് കഴിവുകൾ പറയാനും കള്ളം പറയാനും ഉദ്യോഗസ്ഥർക്ക് മിടുക്കുമുണ്ട് എന്നത് ഇതിലൂടെ തെളിഞ്ഞു എന്നതാണ്. ഒഴിവ് കഴിവുകൾ പറയുക എന്നുള്ളതാണ് നിലവിൽ സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥർ പലരും, ചില നല്ല ഉദ്യോഗസ്ഥരുണ്ടാകും, പക്ഷേ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും അങ്ങനെ ആ നിലയിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണിത്. ഇത് വേണ്ടിയിരുന്നെങ്കിൽ നേരത്തെ തന്നെ തയ്യാറാക്കാമായിരുന്നു, നന്നാക്കാമായിരുന്നു. ഈ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയുമില്ലാതെ ഇവിടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാനാകുന്ന സൗകര്യമുണ്ടായിരുന്നു. ഈ പ്രശ്നമുണ്ടായി ഇവിടെ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ പോലും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ, ഞാനിപ്പോൾ ഉള്ളത് ജനറൽ ആശുപത്രിയിലാണ്, നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ 17 കിലോമീറ്റർ അകലെ കൊണ്ടുപോകേണ്ടി വന്നു എന്നുള്ള ഗതികേടാണ്. ഒപ്പം അജ്ഞാത മൃതദേഹങ്ങൾ കൊണ്ടുവന്നാൽ കാഷ്വാലിറ്റിയിൽ മണിക്കൂറുകൾ ഈ സ്ഥിരം ആളുകൾ, രോഗികൾ വരുന്ന സ്ഥലത്ത് സൂക്ഷിക്കുന്ന സാഹചര്യം. ഈ ഗതികേടിൻ്റെ വാർത്തയും ദൃശ്യങ്ങളുമാണ് റിപ്പോർട്ടർ ടിവി ഇന്നലെ പുറത്തുവിട്ടത്. അത് കൃത്യമായിരുന്നു. കൊള്ളേണ്ടിടത്ത് കൊണ്ടു. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് പ്രശ്നപരിഹാരത്തിന് നടപടി തുടങ്ങി. ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചു എന്ന് ജനറൽ ആശുപത്രി അധികൃതർ തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുന്ന സാഹചര്യവുമുണ്ട്. ഏതായാലും ഇവിടെ പ്രശ്നപരിഹാരമായിരിക്കുന്നു. 8 ഫ്രീസറുകളും തയ്യാറാണ്. 2 മാസമായി കേടായി കിടന്നതും 4 ദിവസമായി കേടായതുമെല്ലാം ശരിയാക്കി പൂർണ്ണ സജ്ജമാക്കിയിട്ടുണ്ട് ആശുപത്രി അധികൃതർ വാർത്തയെ തുടർന്ന്. ഓക്കെ, അതിൽ എന്തായാലും ആ വാർത്ത പുറത്തു കൊണ്ടുവന്ന ആദിലിനും ഒരു അഭിനന്ദനം. എത്രയും പെട്ടെന്ന് അധികൃതരുടെയൊക്കെ കണ്ണു തുറപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കണ്ണു തുറപ്പിക്കാൻ ആദിൽ പാലോടിനും കണ്ണു തുറക്കാൻ ആരോഗ്യവകുപ്പും തയ്യാറായതിൽ, ആരോഗ്യവകുപ്പിനും കൂടി ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ തയ്യാറായതിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നേരത്തെ ആകാമായിരുന്നു, പക്ഷേ എങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പിൽ ഉണർന്നു പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കും നമ്മൾ ഈ ഘട്ടത്തിൽ നന്ദി അറിയിക്കുന്നു. CB